അൻ യഫ്രുത അലൈന, ഞങ്ങളുടെ നേരെ എന്താ മുൻകടന്ന് വന്ന് ഞങ്ങളോട് അതിക്രമിച്ച് വന്ന് ഞങ്ങളെ പറയാൻ സമ്മതിക്കാതെ ഞങ്ങളെ കൊല്ലുമോ എന്ന് ഞങ്ങൾ ഭയക്കുന്നു. ഇന്നനാ നഖാഫു, തീർച്ചയായും ഞങ്ങൾ ഭയക്കുന്നു, അൻ യഫ്രുത അലൈന, ഫിർഔൻ ഞങ്ങൾക്ക് നേരെ അതിക്രമിച്ചു വന്ന് ഞങ്ങളെ സംസാരിക്കുന്നതിൻ്റെ മുൻകടന്ന് ഞങ്ങളെ വധിക്കുമോ, ഞങ്ങളെ ശിക്ഷിക്കുമോ എന്ന് ഞങ്ങൾ ഭയക്കുന്നു. കാരണം എന്താ? ഫിർഔൻ ഞാനാണ് റബ്ബ് എന്നാണ്, നിങ്ങൾക്ക് ഞാനല്ലാതെ ഒരു ഇലാഹില്ല എന്നാണ് പറയുന്നത്. ആ ഫിർഔനോടെ ചെന്നിട്ട് പറയുന്നത് നീ അല്ല റബ്ബ് മേലായവനാണ് എന്ന്. അപ്പോൾ അത് കേൾക്കുമോ ഫിർഔൻ? പിന്നെ ഫിർഔൻ്റെ വർഗ്ഗക്കാരാണ് ഖിബ്തികൾ, അവരല്ല ഫിർഔനോട് ഇത് പറയുന്നത്. പിന്നെയോ ഫിർഔന് വെറുത്ത് കാണുന്ന, ഫിർഔന് നിന്ദ്യമായി കാണുന്ന, ഫിർഔൻ അടിമകളാക്കി വെച്ച ഹീനമായ ശിക്ഷയ്ക്ക് വിധേയമാക്കുന്ന ആളുകളാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഫിർഔൻ ഈ കാര്യം നന്നായി ഭയക്കുന്ന വിഷയമാണ്. അതുകൊണ്ടാണ് ഫിർഔന് എന്ത് ചെയ്യണത്? ഇസ്രായേലിയരെ കൊല്ലുന്നത്, അതിലെ ആണുങ്ങളെ കൊല്ലുന്നത്. അപ്പോൾ ആ ഫിർഔന് ഇവർ പറയുന്നതിന് മുമ്പ് ഇവരെ വധിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഭയക്കണം. അപ്പോൾ അതാണ് ഇന്നനാ നഖാഫു അൻ യഫ്രുത അലൈന ഔ, അല്ലെങ്കിൽ യത്ഗ എന്ന് പറഞ്ഞാൽ തഗ എന്ന് പറഞ്ഞാൽ അതിര് വിടുക. അവൻ യത്ഗ എന്ന് പറഞ്ഞാൽ അതിര് വിടുക. തുഗ്യാൻ ഇന്നലമ്മ തൊഗൽ മാവു പറഞ്ഞത് വെള്ളം അതിര് കവിഞ്ഞപ്പോൾ പ്രളയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സാധാരണ നിലയിൽ നിന്ന് വെള്ളം അതിര് കവിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തഗ എന്ന് പറയും. ഇവിടെ തഗയത്തൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിര് വിടുക. ഔ, അല്ലെങ്കിൽ ഫിർഔൻ അതിര് വിടുമോ എന്ന് ഞങ്ങൾ ഭയക്കുന്നു. ഇവിടെ ശിക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൊന്നുകൊണ്ട് ഞങ്ങളെ പറയാൻ സമ്മതിക്കാതെ മുൻകടക്കുമോ എന്ന് ഭയക്കുന്നു. ഇവിടെ യഫ്രുത അലൈന എന്ന് പറഞ്ഞു ഈ ഫർത്ത് അത് ഞങ്ങൾക്ക് നേരെ. എന്നാൽ ഇവിടെ അയ്യത്തുക എന്ന് പറഞ്ഞിട്ട് ആർക്ക് നേരെ എന്ന് പറഞ്ഞില്ല. അതെന്തേ പറയാതിരുന്നത്? ഇവിടെ യഫ്രുത അലൈന എന്ന് പറഞ്ഞു. എന്നാൽ അയ്യത്തുക എന്ന് പറഞ്ഞിട്ട് ആരെയെന്ന് പറഞ്ഞില്ല. ആർക്ക് നേരെ അതിരി വിടുക അത് പറഞ്ഞില്ല. ആർക്ക് നേരെയാണ് ഫിർഔന്റെ തുഗ്യാൻ? സൂറത്തു നാസിയാത്തിൽ ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗ ഫഖുൽ ഹൽ ലക ഇലാ അൻ തസക്ക വഅഹ്ദിയക ഇലാ റബ്ബിക ഫതഖ്ശ ഫഅറാഹു الآية الكبرى فكذب وعصى ثم أدبر يسعى فقال أنا ربكم الأعلى فحشر نادى فقال أنا ربكم الأعلى. അപ്പോൾ അവൻ്റെ തുഗ്യാൻ ആരോടാ? തുഗ്യാൻ അള്ളാഹിനോടാണ്. ഞാനാണ് നിങ്ങളുടെ മേലായ റബ്ബ് എന്നാ പറയുന്നത്, ഞാനാണ് നിങ്ങളുടെ ഇലാഹി എന്നാ പറയുന്നത്. അപ്പോൾ ഈ അതിരുവിടൽ ആർക്ക് നേരെയാണ്? അള്ളാഹ്ക്ക് നേരെയാണ്. ഔ അയ്യത്ഗ, അവൻ അതിരുവിടുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് പറയാൻ പാടില്ലാത്തത് അതിരുവിട്ട് അവൻ ഇനിയും പറയുമോ എന്ന് ഞങ്ങൾ ഭയക്കുന്നു. അതാണ് ഇവിടെ ഉദ്ദേശം. ഞങ്ങളെ കൊല്ലുമോ എന്ന് ഭയക്കുന്നു, അള്ളാഹുവിനോടുള്ള അവൻ്റെ നിലപാടിൽ അവൻ അതിരുവിടുമോ എന്ന് ഞങ്ങൾ ഭയക്കുന്നു. പക്ഷേ ഇവിടെ ഫിർഔൻ്റെ ആ ജൽപ്പന ഉണ്ടല്ലോ, റബ്ബാണ് ഇലാഹിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള അതിരുവിടൽ, അതിവിടെ പറഞ്ഞില്ല. കാരണം അത് അള്ളാഹിനോടുള്ള, ഇത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഹാറൂന് വർത്താനല്ലേ. അപ്പോൾ അള്ളാഹിനോടുള്ള ആദരവിനാലാണിത് അവിടെ പറയാതെ ഈ സൂചനയിൽ പരിമിതപ്പെടുത്തിയത് എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിന് നേരെ അവൻ ഇനിയും അതിരുവിട്ട് പറയുമോ എന്ന് ഞങ്ങൾ ഭയക്കുന്നു. അതായത് ഇവർ ചെന്നിട്ട് നിങ്ങളുടെ റബ്ബ് അള്ളയാണ്, നിന്റെ റബ്ബ് അള്ളയാണ്, നിന്റെ ഇലാഹ് അള്ളയാണ് എന്ന് പറയുമ്പോൾ അള്ളാഹിനെ കുറിച്ച് പറയാൻ പാടില്ലാത്തത് പറയാ. നമ്മളോട് അള്ളാഹു പറഞ്ഞില്ലേ, വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവെ കൂടാതെ ദുആയിരക്കുന്നവരെ നിങ്ങൾ ശകാരിക്കരുത് എന്ന് പറഞ്ഞു, ആക്ഷേപിക്കരുത് എന്ന് പറഞ്ഞു. എന്തിനാ പറഞ്ഞു? ഫയസുബ്ബുല്ലാഹ അദ്വൻ ബിഗൈരി ഇൽം, അവരെന്ത് ചെയ്യും? തിരിച്ച് അള്ളാഹിനെ ചീത്ത പറയും, ശകാരിക്കും. അപ്പോൾ അള്ളാഹുവിനെ ശകാരിക്കാൻ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, നമ്മൾ ഇരകളാകാൻ പാടുള്ളതല്ല, നമ്മൾ വടി കൊടുക്കാൻ പാടില്ല നമ്മളോട്. അതുകൊണ്ടാണ് പറഞ്ഞത് എന്ത് ചെയ്ത് അന്യമതക്കാരുടെ ജനവിഭാഗങ്ങളുടെ ആരാധ്യന്മാരെ നമ്മൾ ദൂഷ്യം പറയരുത്, മോശം പറയരുത് എന്ന്. കാരണം അവരെന്ത് ചെയ്യും? തിരിച്ച് അള്ളാഹിനെ പറയുമെന്നുള്ളതുകൊണ്ട് പ്രബോധകന്മാരത് ആലോചിക്കണം. അവർ
നിങ്ങൾ അറിയില്ല, നാടന്മാരറിയില്ല, വൈതനം കൊടുത്ത് ചുണ്ടൻ അല്ലെങ്കിൽ ചുണ്ടൻ കൊടുത്ത് വൈതനം കാഞ്ഞറിയില്ല. ആ ഏർപ്പാട് പാടുള്ളതല്ല. ആ ഒരു ശൈലി അത് മനസ്സിലാക്കാൻ ഇവിടെ ഈ ഒരു വചനം പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. ഞങ്ങൾ കാരണത്താൽ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ഫിറഔൻ അതിരി വിട്ട് സംസാരിക്കുമോ എന്ന് ഞങ്ങൾ ഭയക്കുന്നു. ഖാല റബ്ബന ഇന്നനാ നഖാഫു അൻ യഫ്റുത അലൈന ഔ അൻ യത്ഗ. പറഞ്ഞാൽ മനസ്സിലായോ? ഈ ഫറത്ത് അത് ഞങ്ങൾക്ക് നേരെ, ഞങ്ങൾ പറയുന്നതിന് മുമ്പ് ഞങ്ങളെ വന്നിട്ട് കൊല്ലു. കാരണം ഇവർ രണ്ടുപേരും മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പോകുമ്പോൾ എന്താ ഉള്ളത്? വടിയുള്ളത്. എവിടേക്കാണ് പോണത്? കൊട്ടാരത്തിലേക്ക്. ആ കൊട്ടാരത്തിൽ ഫിറഔൻ്റെ സൈന്യങ്ങളാണ്, ഫിറഔൻ്റെ കിങ്കരന്മാരാണ്, ഫിറഔൻ്റെ ആയുധങ്ങളാണ്, ഫിറഔൻ്റെ അഹങ്കാരമാണ്. അവിടേക്കാണ് എന്ത് ചെയ്യുന്നത്? ഇവർ ഈ വേദവാക്യവുമായി കയ്യിലൊരു വടിയുമായിട്ട് ചെല്ലുന്നത്. അപ്പം പറയുന്നതിന് മുമ്പ് വെട്ടുക എന്നുള്ളത് നടക്കും അവിടെ. കാരണം ഫിറഔനാണ് ആള്. അതാണ് ഇവിടെ അവർ പറയുന്നത്. ഇന്നനാ നഖാഫു അൻ യഫ്റുത അലൈന. പറയുന്നതിന് മുമ്പ് ഞങ്ങളെ കൈകാര്യം ചെയ്യുമോ എന്ന് ഞങ്ങൾ ഭയക്കുന്നു. ഔ അൻ യത്ഗ, അല്ലെങ്കിൽ ഫിർഔൻ അള്ളാഹിനെ കുറിച്ച് അതിര് വിട്ട് സംസാരിക്കുമോ എന്നും ഞങ്ങൾ ഭയക്കുന്നു. ഇവിടെ ഈ അലൈന എന്ന് പറയാതെ പറഞ്ഞതുപോലെ ഇതിൻ്റെ മുതഅല്ലഖ് പറയാത്തതിന് കാരണത്താൽ അങ്ങനെ അർത്ഥം പറയാം. അതിരിവിടൽ ഇവർക്ക് നേരെയും ആകാം, അങ്ങനെ ആവാം. കാരണം എന്താ? ആർക്ക് നേരെ അതിരിവിടുക എന്നുള്ളത് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാത്ത സ്ഥിതിക്ക് ഇത് എവിടേക്കൊക്കെ ബാധകമാണ്, അവിടേക്കൊക്കെ എത്തിക്കാം. പക്ഷെ ഇവിടെ അലൈന എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇവിടെ പറഞ്ഞ സ്ഥിതിക്ക് ഇതുവർക്ക് നേരെയാണ്, എന്നാൽ ഇവിടെ അത് പറഞ്ഞില്ല. ഈ രണ്ടും ഉണ്ടല്ലോ, ഇഫ്രാത്തും തുറിയാനും ഒരു അതിരിവിടലാണ്. ഇവിടെ ഉണ്ടല്ലോ ഈ ഫർത്ത് അതിൽ നിന്ന് പിന്നെ ഇഫ്രാത്തും വരും, തഫ്രീത്തും വരും. ഇഫ്രാത്ത് തീവ്രതയാണ് അറിയിക്കുന്നത്, തഫ്രീത്ത് ശുഷ്ക സമീപനത്തെയാണ് അറിയിക്കുന്നത്, ജീർണതയെയാണ് അറിയിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ അതിരിവിടൽ ഇവർ രണ്ടുപേർക്കും നേരെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ അതിരിവിടൽ ആർക്കും നേരെയല്ല, ഇവർ രണ്ടുപേർക്കും നേരെയല്ല. അത് പിന്നെ ആർക്ക് നേരെയാണ്? അത് അള്ളാഹ്ക്ക് നേരെയാണ്. എന്തുകൊണ്ട് അള്ളാഹ്ക്ക് നേരെ എന്ന് ഇവിടെ പറഞ്ഞില്ല? അത് അള്ളാഹിനോടുള്ള ആദരവ് കാരണത്താൽ എന്നാണ് ഇത് തഫ്സീറുകളിൽ പറയുന്നത്. ഖാല റബ്ബന ഇന്നനാ നഖാഫു അൻ യഫ്റുത അലൈന ഔ അൻ യത്ഗ.